നമസ്കാരം. യജു വേൾഡ് കേരള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ +1 തുല്യതാ പഠിതാക്കൾക്കായി 2025 നടന്ന പൊതുപരീക്ഷയുടെ ചോദ്യപേപ്പർ വിശകലനം രണ്ടാം ഭാഗമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാം ഭാഗത്തിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കാണാത്തവർ അതും കൂടി കാണുക. കൂടാതെ +1 തുല്യത മലയാളത്തിന്റെ നിരവധി ക്ലാസ്സുകളും ചാനലിൽ ലഭ്യമാണ്. ആ ക്ലാസ്സുകളും കാണുക. തുടർന്നും ഇതുപോലെയുള്ള ക്ലാസ്സുകൾ ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി അറിയിക്കുക. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. ചോദ്യപേപ്പർ നോക്കാം. 18 മുതൽ 23 വരെയുള്ള ചോദ്യങ്ങൾക്ക് 3-4 വാക്യങ്ങളിൽ ഉത്തരം എഴുതുവാനാണ്. ഓരോന്നിനും 4 സ്കോർ വീതമാണ്. 18ാമത്തെ ചോദ്യം, രണ്ടിന്റെയും ഇടയിലുള്ള അനർഘ നിമിഷമാണ് ഞാൻ. ഇവിടെ രണ്ടിന്റെയും എന്നതുകൊണ്ട് ലേഖകൻ സൂചിപ്പിക്കുന്നത് എന്താണ്? വിശദീകരിക്കുക. രണ്ടിന്റെയും ഇടയിലുള്ള അനർഘ നിമിഷമാണ് ഞാൻ. ഇവിടെ രണ്ടിന്റെയും എന്നതുകൊണ്ട് ലേഖകൻ സൂചിപ്പിക്കുന്നത് എന്താണ്? വിശദീകരിക്കുക. പേജ് നമ്പർ 20 വൈക്കം മുഹമ്മദ് ബഷീറിന്റെ അനർഘ നിമിഷം എന്ന കഥയിൽ ജീവിതത്തെ അതിൻ്റെതായ തനിമയിലും സാധാരണ ഭാഷയിലും ഹാസ്യത്തിന്റെ മേമ്പൊടി ചാർത്തി വളരെ ഹൃദയസ്പർശിയായാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന ബഷീറിന്റെ രചനകൾ മലയാള സാഹിത്യത്തിന് ഒരു മുതൽക്കൂട്ടാണ്. മനുഷ്യന്റെ ജീവിതാന്ത്യ ദർശനങ്ങളാണ് ബഷീർ അനർഘ നിമിഷം എന്ന കഥയിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ രണ്ടിന്റെയും ഇടയിലുള്ള അനർഘ നിമിഷം എന്ന് പറയുന്നത് ജീവിതത്തിന്റെയും മരണത്തിന്റെയും ഇടയിലുള്ള സമയത്തെക്കുറിച്ചാണ്. ഞാൻ ഇല്ലായ്മയിൽ ലയിക്കാൻ പോകുന്നു എന്നാണ് ബഷീർ പറയുന്നത്. ഇല്ലായ്മ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിലൂടെ കടന്ന് ഇന്നലെയിലേക്ക് പൂർണ്ണമായി ലയിക്കുന്നതിനാണ്, അതായത് മരണത്തെ. തന്റെ ഇല്ലായ്മ അപ്രധാനമോ അതിപ്രധാനമോ ആയ സംഭവത്തിനിടയിലുള്ള ഒരു അനർഘ നിമിഷമാണെന്ന് ബഷീർ കരുതുന്നു. ഇന്നലെയിലേക്ക് താൻ പൂർണ്ണമായി ലയിക്കാൻ പോവുകയാണ്. അടുത്ത നിമിഷം മുതൽ താൻ വിസ്മൃതിയിൽ ലയിച്ചുപോയ കോടാനുകോടി ഇന്നലകളുടെ ഭാഗമാകുകയാണ്. പരിചിതരായവർ ഒരുപാട് പേർ പോയി കഴിഞ്ഞു. ഇനി അവരോടൊപ്പം താനും. ഈ ഒരു അവസ്ഥയെക്കുറിച്ചാണ് രണ്ടിന്റെയും ഇടയിലുള്ള അപൂർവ നിമിഷം അഥവാ അനർഘ നിമിഷം എന്ന് ബഷീർ സൂചിപ്പിക്കുന്നത്. 19ാമത്തെ ചോദ്യം, കുമാരനാശാന്റെ ലീല എന്ന കവിതയിലെ നായികയായ ലീലയുടെ ഗുണവിശേഷങ്ങൾ എന്തൊക്കെയാണ്? കുമാരനാശാന്റെ ലീല എന്ന കവിതയിലെ നായികയായ ലീലയുടെ ഗുണവിശേഷങ്ങൾ എന്തൊക്കെയാണ്? പേജ് നമ്പർ 39 ലീല കുമാരനാശാന്റെ പ്രധാന കൃതികളിൽ ഒന്നാണ്. 1914 പ്രസിദ്ധീകരിച്ച ഈ കൃതിയിൽ ലീലയും മദനനും തമ്മിലുള്ള പ്രണയവും അതിലൂടെ മനുഷ്യജീവിതത്തിന്റെ അനിത്യതയും വിധിയുടെ ശക്തിയും ദാർശനികമായി അവതരിപ്പിച്ചിരിക്കുന്നു. ലളിതമായ ഭാഷയും ഹൃദയസ്പർശിയായ അവതരണവും ജീവിതത്തെക്കുറിച്ചുള്ള ഗൗരവമായ ചിന്തകളും ഈ കൃതിയുടെ പ്രത്യേകതകളാണ്. കുമാരനാശാന്റെ കാവ്യ പ്രതിഭയെ തെളിയിക്കുന്ന ശ്രദ്ധേയമായ സൃഷ്ടിയായി ലീല കണക്കാക്കപ്പെടുന്നു. ലീലയുടെ ഗുണവിശേഷങ്ങൾ നോക്കാം. ലീല സുന്ദരിയും സദ്ഗുണ സമ്പന്നയുമായിരുന്നു. ഉയർന്ന ബുദ്ധിശക്തി കൊണ്ട് നേടിയെടുക്കാവുന്ന വിദ്യകളൊക്കെ അവൾ പണ്ഡിതന്മാരായ ഗുരുക്കന്മാരിൽ നിന്നും നേടിയെടുത്തു. ഹൃദയശുദ്ധി, വിനയം തുടങ്ങിയ സദ്ഗുണങ്ങളും ലീലയ്ക്കുണ്ടായിരുന്നു. ശാന്തമായ ചിന്താശക്തി ഉണ്ടായിരുന്നു. അവൾ സംഗീതം, നൃത്തം, ചിത്രകല, സാഹിത്യം ഇവയിലെല്ലാം പ്രാവീണ്യം നേടി. രൂപസൗന്ദര്യവും മാത്രമല്ല, സദ്ഗുണ സമ്പന്നയായ ഒരു സ്ത്രീക്ക് വേണ്ട ജീവിതശുദ്ധിയും മനോഗുണങ്ങളും അവൾക്കുണ്ടായിരുന്നു. അവൾ വീടിന് വിളക്കായിരുന്നു എന്ന് പറയുന്നതിലൂടെ അവൾ ബന്ധുജനങ്ങളോടും സ്നേഹപൂർവ്വമായി ഇടപെട്ടിരുന്നു എന്ന് വ്യക്തമാണ്. 20ാമത്തെ ചോദ്യം, ആഫ്രിക്കയിൽ ഗാന്ധിജി പൊതുപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടത് എന്തിനായിരുന്നു? ആഫ്രിക്കയിൽ ഗാന്ധിജി പൊതുപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടത് എന്തിനായിരുന്നു? പേജ് നമ്പർ 66 സക്കറിയയുടെ പൊരിച്ചമീനിന്റെ മന്ത്രവാദിനി എന്ന പാഠഭാഗത്തിലാണ് ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കയിലെ സത്യഗ്രഹം എന്ന കൃതിയെക്കുറിച്ച് പരാമർശിക്കുന്നത്. ദക്ഷിണാഫ്രിക്കയിൽ വെള്ളക്കാരുടെ വർണ്ണ വിവേചനത്തിനും ചൂഷണത്തിനും ഇരയായ കറുത്തവർഗക്കാരുടെ ദുരിതങ്ങൾ ഗാന്ധിജിയെ ഏറെ വേദനിപ്പിച്ചു. സ്വന്തം മണ്ണിൽ കൃഷിപ്പണികൾ ചെയ്ത് ജീവിച്ചിരുന്ന നിരവധി കറുത്തവർഗക്കാരെ അടിമകളാക്കി തോട്ടങ്ങളിൽ കഠിനമായി പണിയെടുപ്പിച്ചിരുന്നു. മനുഷ്യ ചരിത്രത്തിലെ കറുത്ത അധ്യായമായി രേഖപ്പെടുത്തിയ ഈ അനീതിക്കെതിരെ പ്രതികരിക്കാനും പീഡിതരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുമാണ് ഗാന്ധിജി പൊതുപ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങിയത്. വർണ്ണ വിവേചനത്തിനെതിരെയും മനുഷ്യാവകാശ സംരക്ഷണത്തിനു വേണ്ടിയും അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളിലൂടെയാണ് ദക്ഷിണാഫ്രിക്കയിൽ പൊതുപ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടത്. 21ാമത്തെ ചോദ്യം, വ്യാകരണം പഠിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് EV കൃഷ്ണപിള്ളയുടെ അഭിപ്രായം എന്താണ്? വ്യാകരണം പഠിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് EV കൃഷ്ണപിള്ളയുടെ അഭിപ്രായം എന്താണ്? പേജ് നമ്പർ 100 വാക്കുകൾ എന്ന പാഠഭാഗത്തു നിന്നുള്ള ചോദ്യമാണ്.
വി കൃഷ്ണപിള്ള മലയാളത്തിലെ പ്രഗത്ഭനായ എഴുത്തുകാരനും വക്കീലുമായിരുന്നു. കൊല്ലത്ത് നിന്ന് പ്രസിദ്ധീകരിച്ച മലയാളിയുടെ പത്രാധിപരായിരുന്നു. പ്രശസ്ത നടൻ അടൂർ ബാസി ഇദ്ദേഹത്തിന്റെ പുത്രനാണ്. വി കൃഷ്ണപിള്ളയുടെ അഭിപ്രായത്തിൽ ഭാഷ ശരിയായി പ്രയോഗിക്കാൻ വ്യാകരണ പഠനം അനിവാര്യമാണ്. വെറും വിഭക്തി തെറ്റുപോലും വലിയ അർത്ഥവ്യത്യാസങ്ങളും ആശയക്കുഴപ്പങ്ങളും ഉണ്ടാക്കാൻ ഇടയാക്കും. അതിനാൽ ഭാഷാ പഠനത്തിൽ വ്യാകരണത്തെ ഒഴിവാക്കാനാവില്ല. എന്നാൽ ഭാഷ ഉപയോഗിക്കുന്ന ഓരോ ഘട്ടത്തിലും വ്യാകരണ നിയമങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ടതില്ല. വ്യാകരണം പഠിച്ച് സ്വായത്തമാക്കിയാൽ ജീവിതത്തിലെ മറ്റു പ്രവർത്തനങ്ങൾ പോലെ അതിന്റെ ചട്ടങ്ങൾ സ്വാഭാവികമായി ഭാഷാ പ്രയോഗത്തിൽ പ്രകടമാകും. 22ാമത്തെ ചോദ്യം, ഉജ്ജ്വല മുഹൂർത്തം എന്ന കവിതയിൽ അനസൂയ എന്ന കഥാപാത്രത്തെ വൈലോപ്പിള്ളി അവതരിപ്പിച്ചിരിക്കുന്നത് എങ്ങനെ? ഉജ്ജ്വല മുഹൂർത്തം എന്ന കവിതയിൽ അനസൂയ എന്ന കഥാപാത്രത്തെ വൈലോപ്പിള്ളി അവതരിപ്പിച്ചിരിക്കുന്നത് എങ്ങനെ? വൈലോപ്പിള്ളിയുടെ ഉജ്ജ്വല മുഹൂർത്തം എന്ന കവിതയിൽ അനസൂയയെ മഹത്തായ മാതൃത്വത്തിന്റെയും ത്യാഗത്തിന്റെയും ജീവിതാനുഭവത്തിന്റെയും പ്രതീകമായാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അനസൂയ അറിവുകൊണ്ട് നരച്ചവളും ജീവിത യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞ വൃദ്ധയുമാണ്. ആ അനുഭവ സമ്പത്ത് അവളെ ശോകമൂകയാക്കി മാറ്റിയിരിക്കുന്നു. 10,000 വർഷം വൻതപം അനുഷ്ഠിച്ചവളും കർക്കശമായ വ്രതങ്ങൾ മൂലം ചുളിഞ്ഞ ശരീരമുള്ളവളുമാണ്. ബ്രഹ്മലോകത്തിൽ സ്ഥിരമായി സഞ്ചരിക്കുന്നവളായിട്ടും അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം ഭൂമിപുത്രിയുടെ പരിണയകഥ കേൾക്കുകയും അതിൽ ഹൃദയപൂർവ്വം പങ്കാളിയാവുകയും ചെയ്യുക എന്നതാണ്. ഭൂമിപുത്രിയെ പട്ടും പൊന്നും ചാർത്തി മണവാളന്റെ അരികിൽ നിർത്തി കണ്ട് കണ്ണു നിറയ്ക്കാൻ കൊതിക്കുന്ന അനസൂയയുടെ രൂപത്തിലൂടെ എല്ലാ അമ്മമാരുടെയും സ്വാഭാവികമായ വാത്സല്യവും മാതൃസ്നേഹവും കവി അവതരിപ്പിക്കുന്നു. തുടർന്ന് കാലങ്ങളായി സൗരയൂഥത്തിലൂടെ സഞ്ചരിക്കുന്ന പുണ്യപുരാതന ഭൂമിയെയും മക്കളുടെ മംഗളത്തിനായി തപസ്സിന്റെ ഫലം പോലും ചെലവഴിക്കുന്ന മാതാവായി കവി ചിത്രീകരിക്കുന്നു. ചെറുമീനണയ്ക്കായി മാതാവ് സാഗരം തീർക്കുന്നു എന്ന ഉപമയിലൂടെ മക്കളുടെ നന്മയ്ക്കായി എല്ലാം സമർപ്പിക്കുന്ന മാതൃത്വത്തിന്റെ വിശാലത അനസൂയയുടെ കഥാപാത്രവുമായി ബന്ധിപ്പിക്കുന്നു. ഇങ്ങനെ വൈലോപ്പിള്ളി അനസൂയയെ അനുഭവ സമ്പന്നതയും ത്യാഗനിരതയും കരുണാമയിയും സർവമാതൃത്വത്തിന്റെ പ്രതീകവുമായ ഒരു മഹത്തായ കഥാപാത്രമായാണ് ഉജ്ജ്വല മുഹൂർത്തം എന്ന കവിതയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. 23ാമത്തെ ചോദ്യം, ഭാഷ ശക്തി പ്രാപിച്ചത് എങ്ങനെയെന്നാണ് മലയാളത്തിന്റെ വേര് എന്ന പാഠഭാഗത്ത് ജോസഫ് മുണ്ടശ്ശേരി അവതരിപ്പിക്കുന്നത്. ഭാഷ ശക്തി പ്രാപിച്ചത് എങ്ങനെയെന്നാണ് മലയാളത്തിന്റെ വേര് എന്ന പാഠഭാഗത്ത് ജോസഫ് മുണ്ടശ്ശേരി അവതരിപ്പിക്കുന്നത്. പേജ് നമ്പർ 170 മലയാളത്തിന്റെ വേര് എന്ന പാഠഭാഗം ജോസഫ് മുണ്ടശ്ശേരിയുടെ കരിന്തിരി എന്ന ഗ്രന്ഥത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. ജോസഫ് മുണ്ടശ്ശേരി കേരളത്തിലെ പ്രമുഖ സാഹിത്യ വിമർശകൻ, അധ്യാപകൻ, വാഗ്മി, പത്രപ്രവർത്തകൻ, രാഷ്ട്രീയ നേതാവ്, വിദ്യാഭ്യാസ ചിന്തകൻ എന്നിവയായിരുന്നു. കേരളത്തിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയായി പ്രവർത്തിച്ച അദ്ദേഹം വിദ്യാഭ്യാസ രംഗത്ത് ശ്രദ്ധേയമായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി. കാവ്യപീഠിക, മാറ്റൊലി, അന്തരീക്ഷം, മാനദണ്ഡം, നാടകാന്തം, കവിത്വം, രൂപഭദ്രത എന്നിവയാണ് പ്രധാന നിരൂപണ ഗ്രന്ഥങ്ങൾ. നോവൽ, ചെറുകഥ, ആത്മകഥ, ജീവചരിത്രം എന്നീ രംഗങ്ങളിലും അദ്ദേഹത്തിൻ്റെതായ സംഭാവനകൾ ഭാഷയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. കൊഴിഞ്ഞ ഇലകൾ 3 ഭാഗമുള്ള ആത്മകഥാ ഗ്രന്ഥം അദ്ദേഹത്തിന്റെ സംഭവ ബഹുലമായ സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക ജീവിതത്തെ തുറന്നുകാട്ടുന്നു. ജോസഫ് മുണ്ടശ്ശേരിയുടെ അഭിപ്രായത്തിൽ ഭാഷ ശക്തി പ്രാപിക്കുന്നത് ജനങ്ങളുടെ ജീവിതത്തോടും സംസ്കാരത്തോടും ചേർന്ന് നിൽക്കുമ്പോഴാണ്. മനുഷ്യന്റെ അനുഭവങ്ങളും ചിന്തകളും വികാരങ്ങളും പ്രകടിപ്പിക്കാനുള്ള ഉപാധിയായി ഭാഷ രൂപപ്പെട്ടു. ഒരു ജനതയുടെ ജീവിത രീതിയും പരിസരവും സംസ്കാരവും അനുസരിച്ചാണ് ഭാഷ വളരുകയും ശക്തി പ്രാപിക്കുകയും ചെയ്യുന്നത്. കേരളത്തിൽ ആദ്യം തമിഴായിരുന്നു പ്രചാരത്തിലുള്ള ഭാഷ. എന്നാൽ പെരിയാറിനും ഭാരതപ്പുഴയ്ക്കും ഇടയിലുള്ള പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ജീവിത രീതിക്കും സംസ്കാരത്തിനും അനുയോജ്യമായ പുതിയ ഭാഷയുടെ ആവശ്യമുയർന്നു. അങ്ങനെ മലയാളം തമിഴിൽ നിന്ന് വേർപെട്ട് സ്വന്തം വ്യക്തിത്വം കൈവരിച്ചു. മലയാളം വളർന്നത് സംസ്കൃതത്തെ അന്ധമായി അനുകരിച്ചുകൊണ്ടല്ല. സംസ്കൃതത്തിൽ നിന്നുള്ള പദങ്ങളും ആശയങ്ങളും സ്വീകരിച്ചെങ്കിലും അവയെ സ്വന്തം ഭാഷാ സ്വഭാവത്തിന് അനുസരിച്ച് രൂപപ്പെടുത്തി. പാണിനിയുടെ വ്യാകരണ നിയമങ്ങളുടെ കർശന ബന്ധങ്ങളിൽ കുടുങ്ങാതെ ജനങ്ങളുടെ നാവിൽ സ്വാഭാവികമായി രൂപപ്പെട്ട ഭാഷയായതിനാൽ മലയാളത്തിന് സ്വതന്ത്രമായ വളർച്ച സാധ്യമായി. പാഠഭാഗത്തിൽ മുണ്ടശ്ശേരി ചൂണ്ടിക്കാണിക്കുന്നത് ഭാഷയുടെ ശക്തി അതിന്റെ പദസമ്പത്തിൽ മാത്രമല്ല, ജീവിതമായി പുലർത്തുന്ന ബന്ധത്തിലാണ് എന്നതാണ്. ജനങ്ങളുടെ ദൈനംദിന ജീവിതവും അനുഭവങ്ങളും സംസ്കാരവും സാഹിത്യവും ഉൾക്കൊള്ളാൻ കഴിഞ്ഞപ്പോൾ മലയാളം കൂടുതൽ സമ്പന്നവും കരുത്തുറ്റതുമായി. അടുത്തത് 24 മുതൽ 26 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 2 എണ്ണത്തിന് അര പേജിൽ കവിയാതെ ഉത്തരം എഴുതുവാനാണ്. ഓരോന്നിനും 6 സ്കോർ വീതമാണ്. 24ാമത്തെ ചോദ്യം,
മനുഷ്യർക്കിടയിലെ മത്സരങ്ങളെ ജ്ഞാനപ്പാനയിൽ പൂന്താനം എങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്? മനുഷ്യർക്കിടയിലെ മത്സരങ്ങളെ ജ്ഞാനപ്പാനയിൽ പൂന്താനം എങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്? പൂന്താനം എഴുതിയ ജ്ഞാനപ്പാന മലയാളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഭക്തിപാഠ്യ കാവ്യങ്ങളിൽ ഒന്നാണ്. ജ്ഞാനപ്പാനയിൽ പൂന്താനം മനുഷ്യർക്കിടയിലെ മത്സരങ്ങളുടെ നിരർത്ഥകതയാണ് ഉദ്ബോധിപ്പിക്കുന്നത്. മതവും മാത്സര്യവും മനുഷ്യന്റെ വിവേകബുദ്ധിയെ നശിപ്പിക്കുന്നുവെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ രണ്ട് ഘട്ടങ്ങളാണ് ജനനവും മരണവും. ഈ രണ്ട് ഘട്ടങ്ങളും ഓരോരുത്തരും ഒറ്റയ്ക്കാണ് അഭിമുഖീകരിക്കുന്നത്. കൂടെ ജനിക്കാനോ കൂടെ മരിക്കാനോ ആരുമുണ്ടാകില്ല. ജനനത്തിനും മരണത്തിനുമിടയിലെ ഹ്രസ്വമായ ഇടവേള മാത്രമാണ് ജീവിതം. ആ ചെറിയ ജീവിതകാലത്ത് കണ്ടുമുട്ടുന്നവർ പരസ്പരം മത്സരിക്കുകയും അസൂയയും വൈര്യവും വളർത്തുകയും ചെയ്യുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അതിനാൽ മനുഷ്യർ പരസ്പരമുള്ള മത്സരവും അഹങ്കാരവും ഉപേക്ഷിച്ച് സ്നേഹത്തോടെയും സഹകരണത്തോടെയും ജീവിക്കണമെന്നാണ് പൂന്താനം ജ്ഞാനപ്പാനയിലൂടെ നൽകുന്ന സന്ദേശം. 25-ാമത്തെ ചോദ്യം, സഭാപ്രവേശം എന്ന പാഠഭാഗത്ത് ഇന്ദ്രപ്രസ്ഥത്തിലെത്തിയ ദുര്യോധനനും സഹോദരങ്ങൾക്ക് സംഭവിച്ച അബദ്ധങ്ങൾ വിശദമാക്കി ആസ്വാദനം തയ്യാറാക്കുക. സഭാപ്രവേശം എന്ന പാഠഭാഗത്ത് ഇന്ദ്രപ്രസ്ഥത്തിലെത്തിയ ദുര്യോധനനും സഹോദരങ്ങൾക്ക് സംഭവിച്ച അബദ്ധങ്ങൾ വിശദമാക്കി ആസ്വാദനം തയ്യാറാക്കുക. പേജ് നമ്പർ 77-ലെ കുഞ്ചൻ നമ്പ്യാരുടെ സഭാപ്രവേശം എന്ന തുള്ളൽ കൃതിയിൽ നിന്നുമുള്ള ചോദ്യമാണ്. പാണ്ഡവർ നിർമ്മിച്ച ഇന്ദ്രപ്രസ്ഥം സന്ദർശിക്കാനെത്തിയ ദുര്യോധനനും സഹോദരങ്ങൾക്കും സഭാമന്ദിരത്തിൽ സംഭവിച്ച അബദ്ധങ്ങളും അതിലൂടെ അവർ പരിഹാസ പാത്രങ്ങളായി മാറിയതും ആസ്വാദികരമായി അവതരിപ്പിക്കുന്ന പാഠഭാഗമാണ് സഭാപ്രവേശം. ദുര്യോധനനും സഹോദരന്മാരും ഒരുമിച്ചാണ് ചിത്രപുരിയിലേക്ക് പ്രവേശിച്ചത്. അനുജന്മാരോട് തന്നെ പിന്തുടരാൻ നിർദ്ദേശം നൽകി സഭാമന്ദിരത്തിലെ അത്ഭുത നിർമ്മിതികൾ കണ്ടുകൊണ്ട് ദുര്യോധനൻ മുന്നോട്ട് നടന്നു. പാണ്ഡവരും പാഞ്ചാലിയും കൗരവ സഹോദരന്മാർ എത്തുന്നത് കണ്ട് സന്തോഷത്തോടെ സ്വീകരിച്ചു. സഭാമന്ദിരത്തിലെ വെള്ള സ്ഫടികം വിരിച്ച നിലം വെള്ളമാണെന്ന് തെറ്റിദ്ധരിച്ച ദുര്യോധനൻ പട്ടുവസ്ത്രം ഉയർത്തിപ്പിടിച്ചും കാലുകൾ കൊണ്ട് മെല്ലെ തപ്പിത്തടഞ്ഞും മുന്നോട്ട് നടന്നു. രത്നങ്ങൾ പാകിയ നിലം ഒഴുകുന്ന ജലപ്രവാഹമാണെന്ന മായക്കാഴ്ചയും ദുര്യോധനനെ വഞ്ചിച്ചു. ഇതോടെ ദുര്യോധനനും അനുജന്മാരും പരിഹാസ്യരായി. തുടർന്ന് യഥാർത്ഥ ജലാശയത്തെ നിലമാണെന്ന് കരുതി കുതിച്ചു ചാടിയ ദുര്യോധനൻ വെള്ളത്തിൽ വീണ് മുങ്ങിയും പൊങ്ങിയും നാണം കെട്ടു. ഈ കാഴ്ച കണ്ട ഭീമൻ കൈകൊട്ടിച്ചിരിക്കുകയും പാഞ്ചാലി മുഖം പൊത്തിച്ചിരിക്കുകയും ചെയ്തു. ഈ കടുത്ത പരിഹാസം ദുര്യോധനന്റെ മനസ്സിൽ പാണ്ഡവരോടുള്ള വിദ്വേഷവും പ്രതികാര വികാരവും വളർത്തി. സഭാമന്ദിരത്തിലെ അത്ഭുത നിർമ്മിതികൾ സൃഷ്ടിച്ച ആശയക്കുഴപ്പവും ദുര്യോധനന് നേരിടേണ്ടി വന്ന അപമാനവും ഹാസ്യാത്മകമായി ചിത്രീകരിക്കുന്നതിനോടൊപ്പം പിന്നീട് മഹാഭാരത യുദ്ധത്തിലേക്ക് നയിച്ച ദുര്യോധനന്റെ പ്രതികാര മനോഭാവത്തിന്റെ തുടക്കവും ഈ പാഠഭാഗം സൂചിപ്പിക്കുന്നു. 26-ാമത്തെ ചോദ്യം, അരുളുള്ളവനാണ് ജീവി അനുകമ്പ ദശകത്തിൽ തെളിയുന്ന ഗുരുദർശനം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അരുളുള്ളവനാണ് ജീവി അനുകമ്പ ദശകത്തിൽ തെളിയുന്ന ഗുരുദർശനം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. പേജ് നമ്പർ 110-ലെ അനുകമ്പ ദശകത്തിൽ ശ്രീനാരായണ ഗുരു അവതരിപ്പിക്കുന്ന പ്രധാന ദർശനമാണ് അരുളുള്ളവനാണ് ജീവി എന്നത്. ജ്ഞാനും സ്നേഹവും കാരുണ്യവും ഒരേ സത്യത്തിന്റെ വ്യത്യസ്ത ഭാവങ്ങളാണെന്ന് ഗുരു പഠിപ്പിക്കുന്നു. ഈ സത്യം തിരിച്ചറിയുന്നവരാണ് യഥാർത്ഥത്തിൽ ജ്ഞാനമുള്ളവർ. അത്തരം ജ്ഞാനമാണ് മനുഷ്യനെ ലൗകിക ദുഃഖങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും യഥാർത്ഥ സുഖജീവിതത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നത്. പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളും ബോധമയമാണെന്നും ആ ബോധ സത്യത്തെ എല്ലാവരിലും തുല്യമായി കാണുമ്പോൾ മനസ്സിൽ ഉണരുന്ന ദിവ്യാനുഭൂതിയാണ് അരുളെന്നും ഗുരു വ്യക്തമാക്കുന്നു. ഈ അരുൾ മനസ്സിൽ നിറയുമ്പോൾ സ്നേഹവും കാരുണ്യവും സ്വാഭാവികമായി വളരുന്നു. അത്തരത്തിലുള്ള മനുഷ്യന് ലോകത്തിൽ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാനും കഴിയുന്നു. ജനന മരണങ്ങളെക്കുറിച്ചുള്ള ഭ്രമങ്ങളും ഭയങ്ങളും അകലുകയും ആത്മീയമായ ഉയർച്ച കൈവരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അരുളുള്ളവനാണ് ജീവി എന്ന ഗുരുവചനം ഒരു മന്ത്രം പോലെ ജീവിതത്തിൽ എപ്പോഴും ഓർത്തിരിക്കേണ്ട സന്ദേശമാണ്. സർവ്വജീവികളോടും അനുകമ്പയും സ്നേഹവും പുലർത്തി ജീവിക്കുന്നവനാണ് യഥാർത്ഥ മനുഷ്യനെന്നും അതാണ് ഗുരുദർശനത്തിന്റെ കാതലെന്നും അനുകമ്പാ ദശകം വ്യക്തമാക്കുന്നു. അടുത്തത് 27 മുതൽ 29 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും രണ്ടെണ്ണത്തിന് ഒരു പുറത്തിൽ കവിയാതെ ഉത്തരമെഴുതുവാനാണ്. ഓരോന്നിനും 8 സ്കോർ വീതമാണ്. 27-ാമത്തെ ചോദ്യം, ഇറച്ചിക്കോഴികൾ വിൽപ്പനയ്ക്ക് എന്ന തലക്കെട്ടിന്റെ ഔചിത്യം വിശകലനം ചെയ്ത് കഥയ്ക്ക് നിരൂപണം തയ്യാറാക്കുക. ഇറച്ചിക്കോഴികൾ വിൽപ്പനയ്ക്ക് എന്ന തലക്കെട്ടിന്റെ ഔചിത്യം വിശകലനം ചെയ്ത് കഥയ്ക്ക് നിരൂപണം തയ്യാറാക്കുക. പേജ് നമ്പർ 50-ലെ ഇറച്ചിക്കോഴികൾ വിൽപ്പനയ്ക്ക് എന്ന പാഠം TV കൊച്ചുബാവയുടെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും ചെറുകാട് പുരസ്കാരവും ലഭിച്ച വൃദ്ധസദനം എന്ന കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്.
ആമുഖം: ഉപഭോഗ സംസ്കാരം മനുഷ്യബന്ധങ്ങളുടെ മൂല്യം നഷ്ടപ്പെടുത്തുന്ന സമകാലിക സമൂഹത്തിന്റെ യാഥാർത്ഥ്യമാണ് ടി വി കൊച്ചുബാവയുടെ ഇറച്ചിക്കോഴികൾ വിൽപ്പനയ്ക്ക് എന്ന കഥ അവതരിപ്പിക്കുന്നത്. വാർദ്ധക്യത്തിലെ അവഗണനയും സ്വാർത്ഥത നിറഞ്ഞ മനുഷ്യബന്ധങ്ങളും ഈ കഥയുടെ പ്രമേയമാണ്. ജീവിതം ലാഭാധിഷ്ഠിതമായ കച്ചവടമായി മാറുമ്പോൾ മനുഷ്യന്റെ മൂല്യവും ഇല്ലാതാകുന്ന അവസ്ഥയെ കഥ ശക്തമായി വിമർശിക്കുന്നു. ഇറച്ചിക്കോഴികൾ വിൽപ്പനയ്ക്ക് എന്ന തലക്കെട്ടിന്റെ ഔചിത്യം നോക്കാം. ഇറച്ചിക്കോഴികൾ വിൽപ്പനയ്ക്ക് എന്ന തലക്കെട്ട് കഥയുടെ ആശയത്തെ പ്രതീകാത്മകമായി അവതരിപ്പിക്കുന്നതാണ്. വൃദ്ധസദനത്തിലേക്കുള്ള യാത്രയിൽ സിറിയക് ആന്റണി കാണുന്ന ഈ ബോർഡാണ് കഥയുടെ വഴിത്തിരിവ്. ഇറച്ചിക്കോഴികളെ ലാഭത്തിനായി വളർത്തി പിന്നീട് വിറ്റഴിക്കുന്നത് പോലെ ഉപകാരമുള്ള കാലം കഴിഞ്ഞാൽ വൃദ്ധരെയും മാറ്റി നിർത്തുന്ന സമൂഹത്തിന്റെ മനോഭാവത്തെയാണ് ഈ തലക്കെട്ട് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് വൃദ്ധർ വളർത്തുകോഴിക്ക് തുല്യമാണ് എന്ന ആശയം ഈ തലക്കെട്ടിലൂടെ വളരെ ശക്തമായി അവതരിപ്പിക്കുന്നു. കഥയുടെ പ്രമേയത്തെയും സന്ദേശത്തെയും പൂർണ്ണമായി ഉൾക്കൊള്ളുന്നതിനാൽ ഈ തലക്കെട്ട് അത്യന്തം ഔചിത്യപൂർണമാണ്. കഥയുടെ നിരൂപണം തയ്യാറാക്കാം. പ്രായം ചെന്ന സിറിയക് ആന്റണിയുടെ രണ്ടാമത്തെ ഭാര്യയാണ് സാറ. സാറ യുവതിയും സുന്ദരിയുമാണ്. സാറയുടെ നിർബന്ധപ്രകാരമാണ് സിറിയക് ആന്റണി വൃദ്ധസദനത്തിലേക്ക് യാത്ര തിരിക്കുന്നത്. ജീവിതത്തിന്റെ അവസാന കാലത്ത് സ്വന്തം വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന സിറിയക് ആന്റണിയുടെ ദുഃഖകരമായ അവസ്ഥയാണ് കഥയുടെ അടിസ്ഥാനം. വൃദ്ധസദനത്തിലേക്കുള്ള യാത്രാമധ്യേ സിറിയക് ആന്റണി ഇറച്ചിക്കോഴികൾ വിൽപ്പനയ്ക്ക് എന്ന ബോർഡ് ശ്രദ്ധിക്കുന്നു. ആ ബോർഡ് അദ്ദേഹത്തെ ചിന്തിപ്പിക്കുന്നു. ഇറച്ചിക്കോഴികളെ വളർത്തുന്നത് അവയോടുള്ള സ്നേഹം കൊണ്ടല്ല, ലാഭത്തിനായി മാത്രമാണ്. ഈ കാഴ്ച സിറിയക് ആന്റണി തന്റെ സ്വന്തം ജീവിതവുമായി ബന്ധിപ്പിക്കുന്നു. തന്റെ സ്വത്തുക്കളെല്ലാം സാറയുടെ പേരിലേക്ക് മാറ്റിക്കഴിഞ്ഞപ്പോൾ തന്നെ ഉപകാരമില്ലാത്തവനെ കണക്കാക്കി വീട്ടിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുകയാണെന്ന തിരിച്ചറിവ് അദ്ദേഹത്തെ വേദനിപ്പിച്ചു. ഇതിലൂടെ വൃദ്ധർ വളർത്തുകോഴിക്ക് തുല്യമായ അവസ്ഥയിലാണെന്ന യാഥാർത്ഥ്യം കഥ വെളിപ്പെടുത്തുന്നു. ജീവിതം ലാഭാധിഷ്ഠിതമായ കച്ചവടമായി മാറിയപ്പോൾ മനുഷ്യബന്ധങ്ങൾക്കും വില നിശ്ചയിക്കപ്പെടുന്നു. സ്നേഹത്തിനും കരുതലിനും പകരം സ്വാർത്ഥതയും ലാഭചിന്തയുമാണ് മനുഷ്യനെ നയിക്കുന്നത് എന്ന സന്ദേശം കഥ നൽകുന്നു. ഇനിയൊരു ഉപസംഹാരം കൂടി തയ്യാറാക്കാം. വാർദ്ധക്യത്തിലെ മനുഷ്യരുടെ ദുരവസ്ഥയും കുടുംബ ബന്ധങ്ങളിലെ മൂല്യച്യുതിയും ഉപഭോഗ സംസ്കാരത്തിന്റെ ദോഷഫലങ്ങളും ഹൃദയസ്പർശിയായി അവതരിപ്പിക്കുന്ന മികച്ച സാമൂഹിക കഥയാണ് ഇറച്ചിക്കോഴികൾ വിൽപ്പനയ്ക്ക്. പ്രായം ചെന്ന സിറിയക് ആന്റണിയുടെ വൃദ്ധസദന യാത്രയും യാത്രാമധ്യേ കണ്ട ഇറച്ചിക്കോഴികൾ വിൽപ്പനയ്ക്ക് എന്ന ബോർഡും കഥയുടെ ആശയത്തെ കൂടുതൽ ശക്തമാക്കുന്നു. ജീവിതം ലാഭാധിഷ്ഠിതമായ കച്ചവടമായി മാറുകയും വൃദ്ധർ വളർത്തുകോഴിക്ക് തുല്യമായി പരിഗണിക്കപ്പെടുകയും ചെയ്യുന്ന ഇന്നത്തെ സാമൂഹിക യാഥാർത്ഥ്യത്തിനെതിരായ ശക്തമായ വിമർശനമാണ് ഈ കഥ. അതിനാൽ ഇറച്ചിക്കോഴികൾ വിൽപ്പനയ്ക്ക് എന്ന തലക്കെട്ട് കഥയ്ക്ക് ഏറ്റവും അനുയോജ്യവും അർത്ഥസമ്പുഷ്ടവുമാണ്. 28ാമത്തെ ചോദ്യം: വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരുടെ വാസനാപ്രകൃതി എന്ന കഥയെ അപഗ്രഥിച്ച് ഉപന്യാസം തയ്യാറാക്കുക. വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരുടെ വാസനാപ്രകൃതി എന്ന കഥയെ അപഗ്രഥിച്ച് ഉപന്യാസം തയ്യാറാക്കുക. ആദ്യം ഒരു ആമുഖം എഴുതാം. മലയാള ചെറുകഥാ സാഹിത്യത്തിന്റെ പിതാവായി അറിയപ്പെടുന്ന സാഹിത്യകാരനാണ് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ. കേസരി, വജ്രബാഹു, വജ്രസൂചി എന്നീ തൂലികാ നാമങ്ങളിൽ അദ്ദേഹം രചനകൾ നടത്തിയിരുന്നു. മലയാള ഗദ്യ സാഹിത്യത്തിന് പുതിയ ദിശാബോധം നൽകിയ എഴുത്തുകാരനായ അദ്ദേഹത്തിന്റെ വാസനാപ്രകൃതി മലയാളത്തിലെ ആദ്യ ചെറുകഥയായി പൊതുവെ അംഗീകരിക്കപ്പെടുന്നു. അദ്ദേഹത്തിന്റെ മറ്റു കൃതികൾ ദ്വാരക, മേനോക്കിയെ കൊന്നതാര്, മദിരാശി പിത്തലാട്ടം തുടങ്ങിയവയാണ്. ലളിതമായ ഭാഷയും സ്വാഭാവികമായ നർമ്മവും ജീവിത യാഥാർത്ഥ്യങ്ങളും സമന്വയിപ്പിച്ചാണ് അദ്ദേഹം കഥകൾ രചിച്ചത്. ഹാസ്യവും പരിഹാസവും കലർന്ന അവതരണത്തിലൂടെ മനുഷ്യന്റെ ദൗർബല്യങ്ങളെ തുറന്നു കാട്ടുന്നതിൽ അദ്ദേഹം വിജയിച്ചിട്ടുണ്ട്. ഈ സവിശേഷതകളെല്ലാം വാസനാപ്രകൃതി എന്ന കഥയിലും പ്രകടമാണ്. കഥയ്ക്ക് ഒരു അപഗ്രഥനം എഴുതാം. നർമ്മവും ആക്ഷേപഹാസ്യവും സമന്വയിപ്പിച്ച കഥയാണ് വാസനാപ്രകൃതി. പാരമ്പര്യമായി മോഷണം തൊഴിലാക്കിയ കുടുംബത്തിലെ അംഗമായ ഇക്കണ്ടക്കുറുപ്പാണ് കഥയിലെ നായകൻ. ജീവിതത്തിൽ നിരവധി മോഷണങ്ങൾ നടത്തിയിട്ടുള്ള അയാൾ ഒരു മോഷണത്തിൽ ലഭിച്ച തൊണ്ടിമുതലിൽ നിന്നും ഒരു മോതിരം തന്റെ കാമുകിയെ കൊണ്ട് വിരലിൽ അണിയിപ്പിക്കുന്നു. എന്നാൽ പിന്നീട് മറ്റൊരു മോഷണത്തിനിടയിൽ ആ മോതിരം നഷ്ടപ്പെടുന്നു. ഏറ്റവും രസകരമായ കാര്യം, ആ മോതിരം മോഷ്ടിച്ചതാണെന്ന കാര്യം മറന്നുപോയ ഇക്കണ്ടക്കുറുപ്പ് അത് നഷ്ടപ്പെട്ടതായി പോലീസിൽ പരാതി നൽകുന്നു. അത് അയാളെ അപകടത്തിലാക്കുകയും രാജശിക്ഷയ്ക്ക് വിധേയനാക്കുകയും ചെയ്യുന്നു. മോതിരം നഷ്ടപ്പെട്ടപ്പോൾ കേസ് കൊടുക്കാൻ കാണിച്ച മണ്ടത്തരമാണ് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അബദ്ധമെന്ന് അയാൾ സമ്മതിക്കുന്നു. ഈ ചെറിയ സംഭവത്തെ അടിസ്ഥാനമാക്കി മനുഷ്യന്റെ ഓർമ്മപ്പിശകും അബദ്ധവും അത്യാഗ്രഹവും കഥാകൃത്ത് അതീവ രസകരമായി അവതരിപ്പിക്കുന്നു. ഈ കഥയുടെ മറ്റൊരു പ്രത്യേകത ഓർമ്മയിൽ നിന്നും കഥ പറയുന്ന രീതിയാണ്.
ഇക്കണ്ടക്കുറുപ്പിന്റെ അനുഭവങ്ങൾ സ്വാഭാവികമായ ഭാഷയിലും നർമ്മം നിറഞ്ഞ ശൈലിയിലും അവതരിപ്പിച്ചിരിക്കുന്നു. കഥാപാത്രങ്ങളുടെ സംഭാഷണങ്ങളും അവതരണ രീതിയും വായനക്കാരിൽ ചിരിയുണർത്തുന്നതിനോടൊപ്പം ചിന്തയ്ക്കും വഴിയൊരുക്കുന്നു. കഥയിലെ ഹാസ്യം വെറും വിനോദത്തിന് വേണ്ടിയല്ല, മനുഷ്യന്റെ വിഡ്ഢിത്തങ്ങളെയും ചിന്താശൂന്യതയെയും ആക്ഷേപഹാസ്യത്തിലൂടെ വിമർശിക്കുകയാണ് കഥാകൃത്ത്. ഒരു സാധാരണ സംഭവത്തെ അസാധാരണമായ നർമാനുഭവമാക്കി മാറ്റുന്നതിലുള്ള വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരുടെ കഥാകാര പ്രതിഭ ഈ കഥയിൽ വ്യക്തമാണ്. ഒരു ഉപസംഹാരം എഴുതാം. മലയാളത്തിലെ ആദ്യ ചെറുകഥ എന്ന സാഹിത്യ ചരിത്രപരമായ പ്രാധാന്യത്തിനൊപ്പം മികച്ച ഹാസ്യകഥ എന്ന നിലയിലും വാസനാപ്രകൃതി ശ്രദ്ധേയമാണ്. ഇക്കണ്ടക്കുറുപ്പിന്റെ അനുഭവങ്ങളിലൂടെ മനുഷ്യന്റെ അബദ്ധങ്ങളും ദൗർബല്യങ്ങളും നർമ്മത്തിന്റെ മേമ്പൊടിയോടെ അവതരിപ്പിക്കുന്ന ഈ കഥ വായനക്കാരനെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്നു. ലളിതമായ ഭാഷ, ജീവസുറ്റ കഥാപാത്ര ആവിഷ്കാരം, സ്വാഭാവികമായ നർമ്മം, ആക്ഷേപഹാസ്യത്തിന്റെ മികവ് എന്നിവ കൊണ്ട് വാസനാപ്രകൃതി മലയാള ചെറുകഥാ സാഹിത്യത്തിലെ ഇക്കാലത്തെ മികച്ച കൃതികളിലൊന്നായി ഇന്നും നിലനിൽക്കുന്നു. 29ാമത്തെ ചോദ്യം. ഗീതാഹിരണ്യന്റെ ശ്രീഭഗവതി ശക്തമായ സ്ത്രീപക്ഷ രചനയാണ്. ഈ അഭിപ്രായത്തോടുള്ള പ്രതികരണം കഥ വിശകലനം ചെയ്ത് തയ്യാറാക്കുക. ഗീതാഹിരണ്യന്റെ ശ്രീഭഗവതി ശക്തമായ സ്ത്രീപക്ഷ രചനയാണ്. ഈ അഭിപ്രായത്തോടുള്ള പ്രതികരണം കഥ വിശകലനം ചെയ്ത് തയ്യാറാക്കുക. പേജ് നമ്പർ 134 ശ്രീഭഗവതി പ്രസിദ്ധ സ്ത്രീപക്ഷ എഴുത്തുകാരി ഗീതാഹിരണ്യൻ എഴുതിയ ചെറുകഥയാണ്. ഒരു ആമുഖം എഴുതാം. ഗീതാഹിരണ്യന്റെ ശ്രീഭഗവതി എന്ന കഥ സ്ത്രീയുടെ ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളും പുരുഷാധിപത്യ സമൂഹത്തിലെ അവളുടെ അവസ്ഥയും ശക്തമായി അവതരിപ്പിക്കുന്ന ഒരു മികച്ച സ്ത്രീപക്ഷ കഥയാണ്. കുടുംബത്തിൽ സ്ത്രീകൾ ചെയ്യുന്ന അധ്വാനത്തിന് വേണ്ടത്ര അംഗീകാരം ലഭിക്കാത്തതും സ്ത്രീകളെ വീട്ടുജോലികളിൽ മാത്രം ഒതുക്കുന്ന സാമൂഹിക മനോഭാവവും ഈ കഥ തുറന്നു കാട്ടുന്നു. അതുകൊണ്ട് ഈ കഥ ശക്തമായ സ്ത്രീപക്ഷ രചനയാണെന്ന അഭിപ്രായത്തോട് യോജിക്കാം. കഥയെന്ന് വിശകലനം ചെയ്യാം. കഥയിലെ നായിക സാധാരണ ഒരു വീട്ടമ്മയാണ്. ഭർത്താവിനെയും കുട്ടിയെയും നോക്കുകയും വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യുകയും ചെയ്യുന്ന സ്ത്രീയാണ്. അവൾ സ്വന്തം ആഗ്രഹങ്ങൾക്കും വിശ്രമത്തിനും പ്രാധാന്യം നൽകാതെ കുടുംബത്തിനു വേണ്ടി മാത്രം ജീവിക്കുന്നവളാണ്. എന്നാൽ അവളുടെ ഭർത്താവ് ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. സമൂഹത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നതായി പറയുന്ന അയാൾ സ്വന്തം വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ല. ഭാര്യ വീട്ടുജോലികളിൽ സഹായം ആവശ്യപ്പെട്ടാലും അത് നിരസിക്കുകയും ആ ജോലികൾ ഭാര്യയുടെ മാത്രം കടമയാണെന്ന് കരുതുകയും ചെയ്യുന്നു. ഇതിലൂടെ കുടുംബത്തിൽ നിലനിൽക്കുന്ന പുരുഷാധിപത്യ മനോഭാവം കഥ വെളിപ്പെടുത്തുന്നു. ഭാര്യ തന്റെ വിഷമങ്ങൾ പറയുകയോ പ്രതിഷേധിക്കുകയോ ചെയ്യുമ്പോൾ ഭർത്താവ് സ്നേഹപൂർവമായ വാക്കുകൾ പറഞ്ഞ് അവളെ അനുനയിപ്പിക്കുന്നു. എന്നാൽ ആ വാക്കുകൾ പ്രവൃത്തിയിൽ ഒരിക്കലും പ്രതിഫലിക്കുന്നില്ല. ഭാര്യയുടെ അധ്വാനത്തെ അംഗീകരിക്കുകയോ ഉത്തരവാദിത്തങ്ങൾ പങ്കിടുകയോ ചെയ്യാതെ അവളെ വീണ്ടും പഴയ ജീവിതത്തിലേക്ക് തന്നെ തിരികെ കൊണ്ടുപോകുന്നു. കഥയിലെ ശ്രീഭഗവതി എന്ന പേര് തന്നെ പ്രതീകാത്മകമാണ്. സമൂഹം സ്ത്രീയെ ദേവിയായി വാഴ്ത്തുന്നുണ്ടെങ്കിലും യഥാർത്ഥ ജീവിതത്തിൽ അവൾക്ക് തുല്യമായ സ്ഥാനമോ സ്വാതന്ത്ര്യമോ നൽകുന്നില്ല. പുറമേ ബഹുമാനിക്കുകയും ഉള്ളിൽ ചൂഷണം ചെയ്യുകയും ചെയ്യുന്ന സമൂഹത്തിന്റെ ഇരട്ടത്താപ്പാണ് കഥ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ കഥ സ്ത്രീകൾക്ക് സ്വന്തം വ്യക്തിത്വവും അവകാശങ്ങളും തിരിച്ചറിയേണ്ടതിന്റെ ആവശ്യകത ഓർമ്മിപ്പിക്കുന്നു. കുടുംബം സ്ത്രീയുടെ മാത്രം ഉത്തരവാദിത്തമല്ലെന്നും ഭർത്താവും ഭാര്യയും ഒരുപോലെ ഉത്തരവാദിത്തങ്ങൾ പങ്കിടണമെന്നും കഥ വ്യക്തമാക്കുന്നു. ഒരു ഉപസംഹാരം എഴുതാം. ശ്രീഭഗവതി സ്ത്രീയുടെ ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളും പുരുഷാധിപത്യ സമൂഹത്തിന്റെ അനീതികളും തുറന്നു കാട്ടുന്ന ശക്തമായ സ്ത്രീപക്ഷ കഥയാണ്. കുടുംബജീവിതത്തിൽ സ്ത്രീയുടെ അധ്വാനത്തിന് അർഹിക്കുന്ന അംഗീകാരം ലഭിക്കേണ്ടതും വീട്ടുജോലികൾ സ്ത്രീയുടെ മാത്രം ഉത്തരവാദിത്തമല്ലെന്നും കുടുംബ ഉത്തരവാദിത്തങ്ങൾ സ്ത്രീയും പുരുഷനും തുല്യമായി പങ്കിടണമെന്നും കഥ വ്യക്തമാക്കുന്നു. സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തിനും വ്യക്തിത്വത്തിനും തുല്യാവകാശത്തിനും പ്രാധാന്യം നൽകുന്ന ഈ കഥ സമൂഹത്തിൽ മാറ്റം അനിവാര്യമാണെന്ന സന്ദേശവും നൽകുന്നു. അതിനാൽ ശ്രീഭഗവതി ശക്തമായ സ്ത്രീപക്ഷ രചനയാണെന്ന അഭിപ്രായത്തോട് പൂർണ്ണമായും യോജിക്കാം. ഈ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. തുടർന്നും ഇതുപോലെയുള്ള ക്ലാസുകൾ ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ ക്ലാസുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി അറിയിക്കുക. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.